ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യങ്ങളിൽ ചില ചട്ടവട്ടങ്ങളുണ്ട്. ഇവിടെയുള്ള ആളുകൾ മറ്റ് ഇതര രാജ്യങ്ങളുമായിട്ട് പെരുമാറുന്ന കാര്യത്തിൽ ഇതിന് ഒരു കൃത്യമായിട്ടുള്ളൊരു പെരുമാറ്റ സംഹിതയുണ്ട്. ഇവിടെ ഒരു ഡ്രസ് കോഡ് നിലവിലുണ്ട്. ഈ ഡ്രസ് കോഡുകളൊക്കെ അംഗീകരിക്കില്ല എന്ന് പറയാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം പറയുന്നത് ഡ്രസ് കോഡ് ഞാൻ അംഗീകരിക്കില്ല എന്നുള്ളത്? അത് രാഷ്ട്രപതിയാണ് ഇദ്ദേഹത്തോട് പറയുന്നത്. കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇദ്ദേഹത്തിന്, സർക്കുലർ ഇദ്ദേഹത്തിന് പോയിട്ടുണ്ട്, ഇദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള കത്ത് പോയിട്ടുണ്ട്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇന്ന് ഡ്രസ് കോഡ് ധരിച്ചു വരണമെന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടാണ് അവിടെയുള്ള ബാക്കിയുള്ളവർക്കൊക്കെ ഡ്രസ് കോഡ് ബാധകമാണ്, രാഹുൽ ഗാന്ധിക്ക് ബാധകമല്ല. അദ്ദേഹം ധരിക്കുന്നത് ഈ നാടെന്ന് പറയുന്നത് നെഹ്റു കുടുംബത്തിൻ്റെ കുത്തകാവകാശമായിരിക്കുന്ന അവർ കുടുംബസ്വത്താണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ട വസ്തുത ഇത് അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്തേയല്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കാരണവരായിരിക്കുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പാരമ്പര്യം തുടങ്ങിയിട്ട് ഈ നാടിനെ പലപ്പോഴും നശിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള കുടുംബമാണ് നെഹ്റു കുടുംബം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് മാത്രം ഞാൻ പറയുന്നില്ല. അതുമാത്രമായിരുന്നില്ല, ഇന്ത്യ സ്വാതന്ത്ര്യമായിട്ടുള്ള സമയത്ത് തിരഞ്ഞെടുക്കപ്പെട്ട സർദാർ പട്ടേലിനെ മാറ്റിക്കൊണ്ട് പ്രധാനമന്ത്രി പദം കരസ്ഥമാക്കിയിരിക്കുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ടിരിക്കുന്ന മുഴുവൻ ആളുകളും നടത്തിയിരിക്കുന്ന ഈ തേർവാഴ്ചയുടെ തുടർച്ചയാണെന്ന് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സാമാന്യ മര്യാദയ്ക്ക് നിരക്കുന്നതല്ല. പക്ഷേ ആകെയുള്ള വ്യത്യാസം അവർക്ക് കുറച്ചുകൂടി ബുദ്ധി ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചില്ലാത്തൊരു സാധനം ബുദ്ധി അദ്ദേഹത്തിന് തൊട്ടുതെറിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഇത്തരം കാര്യപരിപാടികളെ സംബന്ധിച്ച് യാതൊരു നിശ്ചയവുമില്ല. അത് ഇന്ദിരാഗാന്ധിയും അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയും മറ്റവരൊക്കെ പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ട്. അവരൊക്കെ പരമ്പരാഗതമായിട്ട് വേഷം ധരിച്ചിട്ടുണ്ട്, അവരൊക്കെ പട്ക ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ധരിക്കുന്നത് ഇത് ധരിക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല, കാരണം ഞാൻ യുവരാജാവാണ്. അങ്ങനെ യുവരാജാവ് പട്ക ധരിക്കാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തികച്ചും ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയോട് കാണിക്കുന്ന ഒരു അവഹേളനം തന്നെയാണ്. ഈ അവഹേളനമാണ് ഇവിടുത്തെ വിഷയം. ഇത് BJP പറഞ്ഞു, കോൺഗ്രസ് പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം. മറിച്ച് ഈ നാടിനെ അവഹേളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇറ്റാലിയൻ പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചാവകാശക്കാരനായിരിക്കുന്ന സോണിയാഗാന്ധിയുടെ മകനായിരിക്കുന്ന രാഹുൽ ഗാന്ധി കാണിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പ്രത്യക്ഷമായുള്ള ഉദാഹരണമാണ്. അദ്ദേഹം പട്ക ധരിക്കേണ്ടതായിരുന്നു. പരമ്പരാഗതമായ രീതിയിലാണ് അവിടെയുള്ള മറ്റ് വിദേശ രാജ്യങ്ങളുടെ തലവന്മാർ പോലും ആ വസ്ത്രത്തിലെത്തിയ സമയത്ത് സ്വന്തമായിട്ടുള്ള വസ്ത്രത്തിലെത്തിയത് തികച്ചും അനൗചിത്യമായി, ഒരു അനാദരവായിട്ട്, രാഷ്ട്രപതിയോടുള്ള അനാദരവായിട്ട്, ഈ നാടിനോടുള്ള അനാദരവായിട്ട് തന്നെ വേണം നമുക്കിതിന് ഗണിക്കാൻ വേണ്ടിയിട്ട്.